ഇടുക്കി ചെല്ലാർകോവിൽമെട്ടിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവയെ തുറന്നുവിട്ടു. ഗവിക്ക് സമീപമുള്ള പാണ്ഡ്യൻതോട് ഭാഗത്താണ് കടുവയെ തുറന്നുവിട്ടത്. കടുവയെ തുറന്നുവിടുന്നതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. 2 വയസ്സോളം പ്രായമുള്ള ആൺകടുവയാണ് ഇന്നലെ കുഴിയിൽ വീണത്. രാഹുൽ സുരേഷ് നമുക്കൊപ്പം. രാഹുൽ, കടുവ തിരിച്ച് കാട് കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. കുറച്ച് അവശനാണെന്ന് തോന്നുന്നു അല്ലേ? സുജയ പാർവതി, ഇന്നലെ ഉച്ചയ്ക്ക് ഏതാണ്ട് ഇതേ സമയത്തായിരുന്നു ചെല്ലാർകോവിൽമെട്ടിൽ നിന്നും ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നത്. പക്ഷേ ദൃശ്യങ്ങളിൽ അല്പം അവശനാണെന്ന് തോന്നിയാലും അത്ര അവശനല്ലെന്നാണ് വനം വകുപ്പ് പറയുന്നത്. അതിന് കാരണമായി പറയുന്നത് സാധാരണ 15 മിനിറ്റിനുള്ളിൽ മയക്കുവെടി വെച്ചാൽ മയങ്ങുന്നതാണ്. ഇന്നലെ നമ്മൾ കണ്ടത് പ്രകാരം 1 മണിക്കൂറിന് ശേഷമാണ് ആ കടുവ മയങ്ങിയത്. അതുകൊണ്ട് അവശനല്ല, നല്ല ആരോഗ്യവാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് രാത്രിയിൽ ഈ കടുവയെ തുറന്നു വിടുകയും ചെയ്തിട്ടുള്ളത്. ഇന്നലെ പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് മാറ്റിയ ശേഷം ആവശ്യമായ ചികിത്സ ഈ കടുവയ്ക്ക് നൽകിയിരുന്നു. ഈ മുഖത്ത് ഒരു മുള്ളൻ പന്നിയുടെ ഒരു തോലും തറച്ചു കയറിയിരുന്നു. അതിനുശേഷം അതൊക്കെ മാറ്റിയ ശേഷം വേണ്ടത്ര ചികിത്സ നൽകിയ ശേഷമാണ് രാത്രിയിൽ തുറന്നു വിട്ടിട്ടുള്ളത്. ഗവിക്ക് സമീപമുള്ള പാണ്ഡ്യൻതോട് ഭാഗത്താണ് തുറന്നു വിട്ടിട്ടുള്ളത്. ഇവിടെ കൂടുതൽ കടുവയുടെ സാന്നിധ്യമില്ല എന്ന് പറയുന്നു. കൂടുതൽ കടുവകൾ ഈ ഭാഗത്ത് ഇല്ലാത്തതുകൊണ്ടാണ് തുറന്നു വിട്ടിട്ടുള്ളത്. 2 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആൺ കടുവയാണ് ഇന്നലെ മനുഷ്യവാസമുള്ള ആളുകളൊക്കെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തെ ഒരു കുഴിയിൽ വീണത്. അതിനുശേഷം അവിടുന്ന് ഏറെ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ മയക്കുവെടി വെച്ച് പിടികൂടുകയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുമാണ് കേരളത്തിലേക്ക് ഈ കടുവ എത്തിയെന്ന നിഗമനത്തിൽ കൂടിയാണ് വനം വകുപ്പ് സംഘം ഉള്ളത്. സുജയ, വിവരങ്ങൾ നൽകിയത് രാഹുൽ സുരേഷാണ്. കടുവയെ തുറന്നുവിട്ടതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.